പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ഞാനൊരു 3 സ്വപ്നം കാണാൻ ഇടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കും. അപ്പോൾ സ്വപ്നമെന്ന് പറഞ്ഞാൽ, ആദ്യം കണ്ട സ്വപ്നം, ഒരു പൈപ്പിൽ ഒരു ബക്കറ്റ് കൊണ്ടുവച്ചു വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷേ ആ ബക്കറ്റിനകത്ത് ഓട്ടയുണ്ട്. പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നു, ബക്കറ്റ് നിറയുന്നില്ല, വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഈ ഓട്ടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നു, പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ എന്നാലും നമുക്ക് വിശ്വാസമില്ല. നമ്മളെ വിശ്വാസമെല്ലാം അങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വേറൊരു സ്വപ്നം കണ്ടത്, ഒരു ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. അത് കത്തിച്ച് വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ആ പാത്രത്തിൽ ഒരു ഓട്ടയുണ്ട്. ആ പാത്രത്തിലുള്ള വെള്ളവും വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പാത്രത്തിൻ്റെ ഓട്ടയിൽ കൂടെ വെള്ളം വെളിയിൽ പോകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. വെള്ളം തിളയ്ക്കും പോലെ നമ്മൾ ചാടുന്നു, പ്രാർത്ഥിക്കുന്നു. തീ കത്തും പോലെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. പള്ളിയിൽ പോകുന്നു, ചർച്ചിലെ പാസ്റ്റർ കാണുമ്പോൾ, വിശ്വാസികൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശക്തമായി ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ എന്നാലും നമുക്ക് വിശ്വാസമില്ല. നമ്മുടെ വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യഹോവയായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മളെ പ്രവൃത്തികളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ല. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത്, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യൻ കാണുകയല്ല, മനുഷ്യൻ്റെ കണ്ണുകൾ കാണുകയല്ല, ദൈവത്തിൻ്റെ കണ്ണ് കാണെ നമ്മൾ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കാണുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, മനുഷ്യർ കാണെ നല്ല രീതിയിൽ ജീവിക്കും, രാത്രിയാകുമ്പോൾ മോശമായി ജീവിക്കും. അപ്പോൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ കണ്ണു മുമ്പാകെ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുക. മനുഷ്യൻ കാണക്ക രീതിയിലല്ല, ദൈവം കാണക്ക രീതിയിൽ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക, ദൈവത്തോട് അടുത്തിരിക്കുക. ദൈവം കാണക്കെ, ദൈവം നമ്മളെ നോക്കിയിരിക്കുന്നു. ദൈവം കാണക്കെ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും, ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക, വിശുദ്ധി ജീവിക്കുക. മനുഷ്യൻ കാണക്കുകയല്ല, ദൈവം കാണക്കെ. കാര്യം ദൈവം തന്നെ പറയുന്നു, ഞാൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, നിൻ്റെ പ്രവൃത്തികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവഭയത്തോടെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കുക. നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളോ ലോകത്തിൻ്റെ പാപപ്രവൃത്തികളിലോ വീഴാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അടുത്ത വേറൊരു സ്വപ്നം കണ്ടത്, ഒരു വാഹന അപകടം പറ്റി റോട്ടിൽ കിടക്കുന്ന അവസ്ഥയാണ് കണ്ടത്. അയാൾ മരിച്ചുപോയി. അപ്പോൾ അയാൾ റോട്ടിൽ മരിച്ചു കിടക്കുകയാണ്. വണ്ടി ഇടിച്ചാണ് മരിച്ചത്. അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എങ്ങനെ വേണമെങ്കിലും മരിക്കാം. ചിലപ്പോൾ രോഗിയായി മരിക്കും, ചിലപ്പോൾ വണ്ടി തട്ടി മരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ മരിക്കും. മരണം ഉറപ്പാണ്. പക്ഷേ മരണം എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്കെല്ലാവർക്കും മരണമുണ്ട്, മരണം ഉറപ്പാണ്. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ എന്ന് മരിക്കുമെന്ന് ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഉറക്കമെണിച്ച് നമ്മൾ ചായ കുടിച്ചു, നമ്മളെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പകൽക്കാലം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പേര് മാറ്റപ്പെട്ടു പോയി, എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, എത്രയോ പേര് മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഇന്നൊരു ദിവസം കൂടെ ദൈവം തന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ഈ ഒരു ദിവസം നമ്മൾ മറ്റുള്ളൊരു ആൾക്കാരുമായിട്ട് അടികൂടാനോ ചീത്ത വിളിക്കാനോ
മോശമായിട്ട് സംസാരിക്കാനോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഇന്ന് ഒരു ദിവസം കൂടെ ദൈവം തന്നത് ദൈവത്തെ ആരാധിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമാണ് നമുക്കൊരു ദിവസം കൂടെ ദൈവം തന്നത്. അപ്പോൾ അങ്ങനെ ഒരേ ദിവസവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, ബന്ധുക്കളെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.